ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ വൻ സുരക്ഷാ സന്നാഹമൊരുക്കി പോലീസ്. ക്യാമ്പസിനകത്തേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തി. 500-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ക്യാമ്പസിനകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട്. SFI നേതാക്കളുമായി പോലീസ് ചർച്ച നടത്തി. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അരുണുണ്ട് വിവരങ്ങളുമായി. അരുൺ, രണ്ടും കൽപ്പിച്ച് ഗവർണർ മുന്നോട്ടിറങ്ങുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം SFI ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. 6:30-യോടെയാണ് ഗവർണർ അങ്ങോട്ടേക്ക് എത്തുക. ഇപ്പോൾ ക്യാമ്പസിനകത്താണോ ഈ പ്രതിഷേധം അരങ്ങേറുന്നത്? പോലീസുമായി നടത്തിയ ചർച്ചയിൽ എന്തെങ്കിലും ഒരു അനുനയത്തിലേക്കോ സമവായത്തിലേക്കോ ഒക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടും കൽപ്പിച്ച് SFIയും ഗവർണറും മുന്നോട്ട് എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയാൻ. ഈ ഗസ്റ്റ് ഹൗസിലേക്ക്, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ്റാൻ ഗവർണർ നിശ്ചയിക്കുമ്പോൾ അത് SFIയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന സൂചന തന്നെയായിരുന്നു. പിന്നാലെ ഇപ്പോൾ അതേ ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ് SFIയുടെ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ നേതൃത്വത്തിലുള്ള സമരമാണ്. ഗോവാക്സ് മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഏതു തരത്തിലും ജനാധിപത്യപരമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടുള്ള സമരം തന്നെയാണ് കഴിഞ്ഞ മാസവും SFI വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടക്കുന്നത്. ഏകദേശം 100 മുകളിൽ വിദ്യാർത്ഥികളെ SFIന്റെ നീണ്ട വിദ്യാർത്ഥികൾ അതിനകത്തുള്ള സമരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ. എന്നാലും വൈകിട്ട് 6:45-നാണ് ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നത്. അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുവരെയും ഈ സമരം തുടങ്ങാനുള്ള ഒരു തീരുമാനമാണോ SFIയുടേതെന്ന് കണ്ടറിയേണ്ടത് തന്നെ ഇരിക്കുന്നു. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. മലപ്പുറം ST ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം തന്നെ. കൊണ്ടോട്ടി, തിരൂർ, മലപ്പുറം DYSPമാർക്കാണ് ഈ പോലീസ് വിന്യാസത്തിന്റെ സുരക്ഷയുടെ ചുമതല നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ പോലീസ് തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ക്യാമ്പസിനുള്ളിലും കരിപ്പൂർ എയർപോർട്ടിലും ഒക്കെയായി ക്യാമ്പസിനുള്ളിലും പുറത്തുമായി വൻ പോലീസ് സന്നാഹം തന്നെയുണ്ട്. നേരത്തെ SFI നേതാക്കളോട് പോലീസ് ചർച്ച നടത്തിയിരുന്നു. അത് ഏത് രീതിയിലൊരു സമവായത്തിലേക്കാണ് എത്തിയത്? ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി SFI പിൻവാങ്ങാനുള്ള ഒരു തീരുമാനമാണോ? അതോ SFI ഈ ഗവർണർ എത്തും വരെയും ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ഈ സമരം തുടങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ വിട്ടു പോകുന്ന അത്തരത്തിലൊരു സംഘർഷാവസ്ഥയുടെ ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ SFI നടത്തുന്നു. സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ നേതൃത്വത്തിൽ തന്നെ SFI നടത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അക്ഷയ. അരുൺ, നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ പ്രതിഷേധവുമായി മുന്നിലുണ്ട്. ബാനർ പിടിച്ചുകൊണ്ട് തന്നെ മുന്നിൽ പ്രതിഷേധത്തിന് മുന്നിൽ നയിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പസിന് പുറത്തുള്ള SFI, സംസ്ഥാനമെമ്പാടുമുള്ള SFI അവിടെ എത്തിയിട്ടുണ്ടോ? ആ തരത്തിലാണോ പ്രതിഷേധം? അതെ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ തന്നെ SFI പ്രവർത്തകരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ SFI പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ തമ്പടിച്ചിരുന്നു. അത് ഗവർണറെ ഒരു വിധത്തിലും സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു SFI നടത്തിയത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് തന്നെ കടക്കുക എന്നത് തന്നെയായിരുന്നു SFIയുടെ ഒരു ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു സമരം തന്നെയാണ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ വലിയൊരു SFIയുടെ ഒരു നീണ്ട നിര തന്നെ ഈ ഗേറ്റ് മുതൽ ഈ ഗസ്റ്റ് ഹൗസ് വരെ നീളുന്ന ഇത്രയും ഒരു 500 മീറ്റർ നീണ്ട നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ വലിയ പ്രതിഷേധം നടക്കുന്നു. ഗോ ബാക്ക് ഗവർണർ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. SFI അവരുടെ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏത് തരത്തിൽ ഗവർണർ ഇങ്ങോട്ടേക്ക് സർവകലാശാലയിലേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഈ SFIയുടെ ഒരു പ്രതിഷേധം എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിനുള്ള ഒരു ഉത്തരം SFI ഇപ്പോൾ നടത്തുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിലുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം SPയുടെ നേതൃത്വത്തിലുള്ള സംഘം 3 DYSPമാർക്ക് ആണ്. കൊണ്ടോട്ടി, തിരൂര്, മലപ്പുറം DYSPമാർക്കാണ് ഈ ഒരു സുരക്ഷയുടെ ചുമതല. അത്തരത്തിൽ പോലീസിന്റെ ഒരു വിന്യാസമുണ്ട്. എന്തായാലും 6:45-നാണ് ഗവർണർ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിലെത്തുക. നേരത്തെ ബസ്പോരുകൾ നമ്മൾ കണ്ടു. നേരത്തെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഗവർണർ ഏത് തരത്തിലാണ് SFI പ്രതിഷേധത്തെ നേരിട്ടതെന്ന്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നൊക്കെ ഇനി വരും മണിക്കൂറുകൾ കണ്ടറിയേണ്ട കാര്യമാണ്. അതിന് മുന്നേ തന്നെ ഒരു സമവായം ഉണ്ടാകുമോ? പോലീസിന്
ഇവരെ ഇവിടെ നിന്ന് അനുനയിപ്പിച്ച് മാറ്റാൻ കഴിയുമോ, അതോ SFI ഈ പ്രതിഷേധ ധർണയ്ക്ക് ശേഷം പിന്മാകുമോ എന്നൊക്കെയുള്ളതാണ് എന്തായാലും കണ്ടറിയേണ്ട കാര്യം. അത്തരത്തിൽ വലിയ ഒരു അണിനിരന്നുള്ള ഒരു സമരം തന്നെയാണ് എന്തായാലും SFI അവരുടെ നിലപാട് ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിഷേധത്തിലൂടെ അവർ കാണിക്കുന്നത്. അക്ഷയ.